തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി നാട്ടുകാരിൽ ചിലർ ആരോപിക്കുന്ന ഗോപന്റെ കല്ലറ പൊളിക്കാനുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിനെതിരെ കുടുംബം ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ഗോപന്റെ ആരോഗ്യ വിവരങ്ങൾ അടക്കം കോടതിയെ അറിയിക്കാനാണ് നീക്കം. അതേസമയം ക്രമസമാധാന പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ ശേഷം തീരുമാനമെടുക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും തീരുമാനം. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. 4-5 വിഷയങ്ങൾ ഈ കാര്യത്തിൽ പ്രേക്ഷകർക്ക് സംശയകരമായിട്ടുണ്ടാവും. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ഈ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ സാധ്യതയുള്ളത് എന്നുള്ളതാണ്. അവരുടെ ഭാഗത്തു നിന്ന് കാര്യങ്ങൾ കേൾക്കേണ്ടതുണ്ട് എന്ന് നാട്ടുകാരിൽ ഒരു വിഭാഗവും ചില ഹൈന്ദവ സംഘടനകളും ഒക്കെ സൂചിപ്പിച്ചിരുന്നല്ലോ. അതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, കല്ലറ പൊളിക്കരുത് എന്നതിന് കാരണമായിട്ട് അവർ നിരത്തുന്ന ന്യായീകരണങ്ങൾ വസ്തുതാപരമായിട്ട് എന്തൊക്കെയാണ് സൂര്യഗായത്രി? ഏറ്റവും പ്രധാനപ്പെട്ടത് മതപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയായിരിക്കും ഹൈക്കോടതിയെ കുടുംബം സമീപിക്കാനുള്ള കാരണമുള്ളത്. അത് അഭിഭാഷകരുടെ അടുത്ത് നിന്ന് ലഭിക്കുന്ന കൂടുതൽ വിവരം എന്ന് പറയുന്നത്, ഗോപന്റെ ആരോഗ്യ വിവരങ്ങൾ കൂടി അറിയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനം. ആദ്യം മുതൽ തന്നെ ഈ കുടുംബം പറയുന്നതിലും അതുപോലെ തന്നെ നാട്ടുകാരും ബന്ധുക്കളും പറയുന്നതിലും ഒരു അവ്യക്തതയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ കിടപ്പിലായിരുന്നു എന്നതാണ് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ വീട്ടിൽ മക്കൾ 2 പേരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും പറയുന്നത് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ചില പ്രഷർ, BP തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളല്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എണീക്കാറുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയി തൊട്ട് വീടിന്റെ അരികിൽ തന്നെ ഒരു ക്ഷേത്രമൊക്കെ അവർ തന്നെ പണി കഴിപ്പിച്ച് അവിടെ പൂജാദി കാര്യങ്ങൾ അദ്ദേഹം വന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഗോപൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ തന്നെ ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്യും. കാരണം അദ്ദേഹം കിടപ്പിലാണ് എങ്കിൽ പിന്നെ എത്തരത്തിൽ ഈ മകൻ പറഞ്ഞതുപോലെ സ്വന്തമായിട്ട് നടന്നു പോയി സമാധിയായി എന്നുള്ള ഒരു വാദമുണ്ട്. ആ മൊഴി കുടുംബത്തിന് പ്രൂവ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് കോടതിയെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള കാരണങ്ങൾ ഹൈക്കോടതിയെ അറിയിക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അതുപോലെ തന്നെ ഈ ഒരു വിഭാഗത്തെ മാത്രം ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആചാരത്തിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കാര്യം കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ്. കല്ലറ പൊളിക്കാൻ പോകുമ്പോഴൊക്കെ തന്നെ അത് ഒരു വർഗീയ വിഷയമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് സംഘടനകളുടെ പ്രതികളും ഒക്കെ തന്നെ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു. അത്തരത്തിൽ അത് പൊളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാദം കൂടി ഈ കുടുംബം ഹൈക്കോടതിയിൽ ഉന്നയിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും ഇതുവരെയും ഹൈക്കോടതിയെ സമീപിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം നടത്താൻ കുടുംബം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ എന്താണ് സംഭവിച്ചത്, എന്താണ് വിവരം എന്നത് മക്കൾ 2 പേരും അതുപോലെ തന്നെ ഗോപന്റെ ഭാര്യയും അടക്കം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്ന് ഹൈക്കോടതിയെ എത്തരത്തിലാണ് സമീപിക്കാൻ പോകുന്നത്, എന്തൊക്കെ വാദങ്ങളാണ് നിങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്, എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നത് സംബന്ധിച്ച് ഒന്നും തന്നെ പ്രതികരിക്കാൻ കുടുംബം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. മറ്റ് വഴികൾ വഴിയും എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ഇനി കോടതിയിൽ ഉന്നയിക്കാൻ പോകുന്നത് എന്നതും അറിയാൻ സാധിക്കുന്നില്ല. പക്ഷെ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഈ ആരോഗ്യ വിവരങ്ങളും അതുപോലെ തന്നെ ഈ മതാചാരപരമായിട്ടുള്ള കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് കല്ലറ പൊളിക്കാനുള്ള അനുമതി കൊടുക്കരുത് എന്ന് കുടുംബം ആവശ്യപ്പെടാനുള്ള സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അതേസമയം കല്ലറ പൊളിച്ച് പരിശോധന നടത്തുക എന്ന് പറയുന്ന നിയമപരമായ കർത്തവ്യം അത് നിറവേറ്റുന്നതിന് വേണ്ടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതൊക്കെ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവാനാണ് സാധ്യത? നിലവിൽ ഹൈക്കോടതിയുടെ അനുമതി ലഭിക്കട്ടെ, നിർദ്ദേശം ലഭിക്കട്ടെ എന്നുള്ള കണക്കുകൂട്ടലിലാണ് പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ തന്നെ ഉള്ളത്. ഇന്നലെ തന്നെ കല്ലറ പൊളിക്കുന്നതിൽ ഒരു തീരുമാനമുണ്ടാകും, കല്ലറ പൊളിക്കുമെന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് കുടുംബത്തിനെ പിന്താങ്ങിക്കൊണ്ട് പല സംഘടനകളും ഇടപെട്ടു. നാട്ടുകാരിൽ പലരും ഇവരെ പിന്താങ്ങിക്കൊണ്ട് മുന്നോട്ട് വന്നതോടുകൂടിയാണ് അത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടായത്. അതേ തുടർന്നാണ് കല്ലറ പൊളിക്കാൻ പറ്റാത്ത
ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും ഗോപന് എന്ത് സംഭവിച്ചു എന്നുള്ളതിൽ ഒരു വ്യക്തത വരണമെങ്കിൽ ആ കല്ലറ പൊളിക്കേണ്ടതായിട്ടുണ്ട്. കല്ലറ പൊളിച്ച് ഗോപന്റെ മൃതദേഹം അതിനകത്ത് ഉണ്ടോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ കുടുംബം പറയുന്നത് പോലെ അത്തരത്തിൽ ഒരു സമാധി ആയി എന്നതാണെങ്കിൽ ആ കല്ലറയ്ക്കകത്ത് ഗോപന്റെ മൃതദേഹം ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ മൃതദേഹം ഉണ്ടെങ്കിൽ തന്നെയും അത് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത് കൊലപാതകമാണോ അതോ രോഗകാരണം മൂലം അദ്ദേഹം മരിച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. കൊലപാതകമല്ല, രോഗകാരണം കൊണ്ടാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ളതെങ്കിൽ ഒരു പക്ഷേ വലിയ രീതിയിലുള്ള പ്രതിരോധം അത് കുടുംബത്തിന് നേരെ തീർക്കാൻ പോലീസിന് കഴിയാതെ വരും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുമ്പോൾ അദ്ദേഹം സാഹചര്യത്തിൽ അത് മറ്റു ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ അറിയിക്കാത്തത് എന്ന് പലകുറി ആവർത്തിച്ച് മാധ്യമങ്ങളും അതുപോലെ തന്നെ പോലീസും അടക്കം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ആചാരപരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതുവരെയും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ചില കാര്യങ്ങളാണ് കുടുംബം പറയുന്നത്. അങ്ങനെ ഇത്തരത്തിലൊരു സമാധി നടക്കുന്ന സാഹചര്യത്തിൽ അതാരെയും അറിയിക്കാൻ പാടില്ല, അതാരും കാണാൻ പാടില്ല, എങ്കിൽ അതിന്റെ ഫലം നഷ്ടപ്പെടുമെന്നൊക്കെയാണ് കുടുംബം പറയുന്നത്. എന്തായാലും അത് ഒരു കൃത്യമായിട്ടുള്ള മൊഴിയായിട്ട് രേഖപ്പെടുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ ആ കല്ലറ തുറന്നതിന് ശേഷം മാത്രമേ തുടർന്നുള്ള നടപടികളിലേക്ക് നീങ്ങാൻ കഴിയൂ എന്നുള്ളതാണ്. പക്ഷേ ഈ ജില്ലാ ഭരണകൂടം സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് അത്തരത്തിൽ ഈ പിന്താങ്ങുന്ന നാട്ടുകാരുടെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും ഒക്കെ അവഗണിച്ച് കല്ലറ പൊളിച്ചുള്ള ഒരു നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ പ്രശ്നങ്ങളിലേക്ക്, അതൊരു വർഗീയ പ്രശ്നമായി തന്നെ മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ആ സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോഴാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത്. അത് കുറച്ചുകൂടി കാലാവധി തങ്ങൾക്ക് കിട്ടും എന്നൊരു ആശ്വാസത്തിലാണ് ജില്ലാ ഭരണകൂടം നിലവിലുള്ളത്. ഇനിയിപ്പോൾ ഹൈക്കോടതി എന്താണോ തീരുമാനിക്കുന്നത് അതിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മുന്നോട്ട് പോകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. ഹൈക്കോടതിയിൽ കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ട് അടക്കം മൊഴി ഉൾപ്പെടെ ഈ മൊഴികളടക്കം രേഖപ്പെടുത്തിയ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകുകയും തുടർന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കല്ലറ പൊളിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി നേടിയതിന് ശേഷം അത്തരത്തിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെയുള്ളത്. അങ്ങനെ നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങളോ പ്രതിരോധങ്ങളോ തീർക്കാൻ അത് മറ്റുള്ളവർക്ക് കഴിയാത്ത സാഹചര്യമാവും. നിയമത്തിന്റെ കൂടുതൽ ശക്തി അല്ലെങ്കിൽ നിയമത്തിന്റെ കൂടുതൽ ഒരു സപ്പോർട്ട് അത് ജില്ലാ ഭരണകൂടത്തിന് ഉൾപ്പെടെ ലഭിക്കും. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഹൈക്കോടതിയെ കുടുംബം സമീപിക്കുകയും ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ലഭിക്കുന്നതിനുമുള്ള കാത്തിരിപ്പാണ് ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിലുള്ളത്. ഈ കല്ലും സിമന്റും കോൺക്രീറ്റും ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന കല്ലറ എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ആ കോൺക്രീറ്റ് നിർമ്മിതിയുടെ മുകളിൽ കടയിൽ നിന്ന് വാങ്ങിച്ച പൂക്കളൊക്കെ നിരത്തിയിട്ടിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിച്ച ഒരു പൂമാലയും ഉണ്ട്. ഒരു വിളക്ക് അതിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആണോ മൃതശരീരം കുഴിച്ചിട്ടിട്ടുള്ളത് അല്ലെങ്കിൽ സംസ്കരിച്ചിട്ടുള്ളത്? തീർച്ചയായിട്ടും അതിനുള്ളിൽ മൃതദേഹം ഉണ്ട് എന്നതാണ് കുടുംബം പറയുന്നത്. അത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു സമാധി മുൻകൂട്ടി കണ്ട് അതിന്റെ ചില പണികളൊക്കെ തന്നെ നേരത്തെ ഗോപൻ നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ മക്കളടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് ഈ വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് നടന്നു പോയി ഈ ഒരു സ്ഥലത്ത് സമാധി ഇരുന്നു എന്നുള്ളതാണ് മക്കളുടെ മൊഴികളിൽ നിന്നടക്കം ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. പക്ഷേ അത്തരത്തിൽ നടന്നു പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതിയിൽ ആയിരുന്നില്ല ഗോപൻ എന്ന് നാട്ടുകാർ പറയുന്നു. ബന്ധു പറയുന്നത് ഇരിക്കുന്ന നിലയിലാണ് മൃതശരീരം അതിൽ നിക്ഷേപിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊളിക്കുമ്പോഴും ഇരിക്കുന്ന നിലയിലുള്ള ഒരു മൃതശരീരം ലഭിക്കും. അല്ലാതെ ചില ഹിന്ദു വിശ്വാസപ്രകാരം മൃതശരീരം ദഹിപ്പിക്കുന്ന ഏർപ്പാടും മറ്റുമുണ്ടല്ലോ. അങ്ങനെയല്ല, മൃതശരീരത്തെ അവിടെ ഇരിക്കുന്ന രീതിയിലാക്കി അതിൻ്റെ മുകളിൽ ഈ കല്ലറ പണിതു എന്നാണോ അവരുടെ മൊഴി?
തീർച്ചയായിട്ടും. അതായത് സാധാരണ ഒരു മരണം സംഭവിച്ച് ദഹിപ്പിക്കൽ അടക്കമുള്ള ചടങ്ങുകൾ അല്ല ഇത്. സമാധിയായി എന്നുള്ളതാണ് ബന്ധുക്കൾ ആദ്യം മുതൽ തന്നെ പറയുന്ന കാര്യം. തന്റെ പിതാവ് ആ ഒരു കല്ലറയ്ക്കകത്ത് കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മകൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ സമാധി ഇരിക്കുന്ന മാതൃകയിൽ തന്നെയാണ് ഈ മൃതദേഹം അതിനകത്ത് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ മകൻ പറഞ്ഞ മൊഴിയൊക്കെ തന്നെ ശരിയാകും എന്ന് കണ്ടെത്തണമെങ്കിൽ ആ കല്ലറ പൊളിക്കേണ്ടതായിട്ട് വരും. അവർ പറഞ്ഞതുപോലെ ഈ കിഴക്കോട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മൃതദേഹം അതിനകത്തുണ്ടോ എന്നതിൽ തന്നെ ചില സംശയങ്ങൾ നാട്ടുകാരും പോലീസും അടക്കം ഉന്നയിക്കുന്നുണ്ട്. അഥവാ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ സമാധി ഇരിക്കുന്ന മാതൃകയിലാണോ ആ മൃതദേഹം ഇരിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എത്തരത്തിലാണ് മരണം സംഭവിച്ചത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും അടിമുടി ദുരൂഹതകളാണ് ഈ സംഭവം അറിഞ്ഞതിന് ശേഷം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഈ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത പല കാര്യങ്ങളാണ് ഈ കുടുംബം, അത് രണ്ട് മക്കളായാലും ഗോപന്റെ ഭാര്യയായാലും ഒക്കെ പറയുന്നത്. അവരെ പറഞ്ഞ് അനുനയിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പരാജയപ്പെട്ടതാണ്. ഒരു കാരണവശാലും കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പരിശോധനയ്ക്ക് അയക്കണം എന്ന കാര്യത്തിൽ ഒരു താല്പര്യം അത് കുടുംബം കാണിക്കുന്നില്ല. ആദ്യം മുതൽ തന്നെ ആചാരപരമായിട്ട് അല്ലെങ്കിൽ കുറച്ചധികം അന്ധവിശ്വാസങ്ങൾ കലർന്നുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ലഭിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരെ പിന്താങ്ങിക്കൊണ്ട് കല്ലറ പൊളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ കൂടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ജില്ലാ ഭരണകൂടത്തിനെ ഒന്നുകൂടി പ്രതിസന്ധിയിലാക്കിയത്. ഇനിയിപ്പോൾ ഹൈക്കോടതി നിർദ്ദേശത്തിന് ശേഷം ഇവരെ പിന്താങ്ങിക്കൊണ്ട് മുന്നോട്ടേക്ക് വന്ന ആ കൂട്ടരെ കൂടി ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ കേസ് അത് അതീവ ഗുരുതരമാണ്. എന്താണ് ഈ ഒരു മനുഷ്യന് സംഭവിച്ചിട്ടുള്ളത് എന്നത് പുറം ലോകത്ത് എത്തിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് വളരെ വിവാദമായ ഒരു വിഷയമാണ്, വളരെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. നിൽക്കേണ്ടതില്ലായിരുന്നു. ഇത്രത്തോളം അത് സംസാര വിഷയമാകുന്ന രീതിയിൽ, വിവാദമാകുന്ന രീതിയിൽ, അതിനെ പൊലിപ്പിക്കുന്ന രീതിയിൽ, കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിൽ വൈകിപ്പിക്കേണ്ടതില്ലായിരുന്നു. അങ്ങനെ വൈകിപ്പിക്കാൻ പോലീസിനെയും ജില്ലാ ഭരണകൂടത്തെയും ആരാണ് എതിർത്തത്? ആരാണ് അവർക്ക് തടസ്സം നിന്നത്? ആരും തടസ്സം നിന്നിട്ടില്ലല്ലോ എന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഫേസ്ബുക്കിൽ കഴിഞ്ഞ ദിവസം എഴുതിയ കുറിപ്പ് എന്ന് പറയുന്നത്, നാട്ടുകാർ തടയുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല നിയമം നടപ്പാക്കേണ്ട ആളുകൾ അത് ചെയ്യേണ്ടത്. പോലീസ് മുഖം നോക്കാതെ നിയമം നടപ്പാക്കണം എന്ന് പറയാൻ നാട്ടുകാരുടെയോ മാധ്യമങ്ങളുടെയോ സമയം മെനക്കെടുത്തുന്നത് സംസ്ഥാനത്തിൻ്റെ പരാജയമാണ് എന്നാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ എഴുതിയിരുന്നത്. പോലീസിനെ നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് മതം പറഞ്ഞ് തടയുന്നവന് നല്ല അടി കൊടുത്ത് ഉത്തരവ് നടപ്പാക്കണം. തടയുന്നവർ ആണായാലും പെണ്ണായാലും പിടിച്ച് ജയിലിലിടണം. അതിനിത്ര ഒച്ചയും ബഹളവും വേണ്ട. പൂ പറിക്കുന്നത് പോലെ നിസ്സാരമായി ചെയ്യേണ്ടതായിരുന്നു. അതിന് പിന്നെ ചർച്ചയോ ആള് കൂടലോ ബാക്കിയുള്ളവരുടെ സമയം മെനക്കെടുത്തലോ പബ്ലിക് ഡിബേറ്റോ പാടില്ല. ജനാധിപത്യം, റൂൾ ഓഫ് ലോ, എന്നാൽ അങ്ങനെയാണ് ലോകത്തെല്ലാം പ്രവർത്തിക്കുക എന്നാണ് ഹരീഷ് വാസുദേവൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ സൂര്യഗായത്രി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അന്ധവിശ്വാസപരമായ കാര്യങ്ങൾ ഒരു ഭാഗത്തുണ്ട്. വിശ്വാസപരമെന്ന് നാട്ടുകാരിൽ ചിലരും ചില സംഘടനകളും പറയുന്ന ചില കാര്യങ്ങൾ അതൊക്കെ അതിൻ്റെ മേൽക്കൈ നേടുന്നു. നിയമത്തിൻ്റെ മുകളിൽ വിശ്വാസവും അന്ധവിശ്വാസവും മേൽക്കൈ നേടുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ എന്ന രീതിയിലാണ് ഇന്ന് നോക്കേണ്ടത്. എന്തായാലും ഈ കുടുംബം ഇന്ന് തങ്ങൾക്ക് പറയാനുള്ളത് കോടതിയെ അറിയിക്കാൻ പോവുകയാണ്. കോടതിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ വളരെ സുപ്രധാനമാവും അതുമായി ബന്ധപ്പെട്ട്. കാരണം കോടതിയെ സംബന്ധിച്ച് വസ്തുതാപരമായിട്ട് ആണ് കാര്യങ്ങളെ പരിഗണിക്കേണ്ടത്. ഭരണഘടനയും നിയമവ്യവസ്ഥയും അനുസരിച്ചിട്ടുള്ള വസ്തുതാപരമായ കാര്യങ്ങളിലൂടെയാണ് കോടതി മുന്നോട്ട് പോവുക. സൂര്യഗായത്രി, ഈ കല്ലറയുടെ അരികിൽ രാത്രിയും പകലും ഇപ്പോൾ പോലീസുകാർക്ക് കാവലിരിക്കേണ്ട അവസ്ഥയാണല്ലോ അല്ലേ? തീർച്ചയായിട്ടും. കാരണം കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടൊരു മറുപടിയോ പ്രതികരണമോ ലഭിച്ചിട്ടില്ല. എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിലും ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കല്ലറ ഇപ്പോൾ സുരക്ഷിതമാണ്, അല്ലെങ്കിൽ അതിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും ഉണ്ട് എന്നുള്ളതാണ്. ഈ ബന്ധുക്കളെ അല്ലെങ്കിൽ ഇവരുടെ മക്കളുടെയും അതുപോലെ തന്നെ ഭാര്യയുടെയും ഒക്കെ മുന്നോട്ടുള്ള നടപടികൾ അത് എത്തരത്തിലായിരിക്കും എന്ന കാര്യത്തിലൊക്കെ ഒരുപാട് സംശയങ്ങൾ നിഴലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട്
തന്നെ ഇതിന് പരിപൂർണ സുരക്ഷിതത്വം അത് കോടതി വിധി വരുന്നത് വരെയും നോക്കണം എന്നുള്ളത് പോലീസിന്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കല്ലറയ്ക്ക് ചുറ്റും അവർ സുരക്ഷിതത്വം ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇനി തുടർ നടപടികൾ ഉണ്ടാകണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കല്ലറ പൊളിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിലുള്ള തുടർ നടപടികൾ നടക്കുകയും ഈ വിഷയത്തിൽ ഇനി ഇപ്പോൾ ഒരു പരിഹാരം, ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കണ്ടെത്തുന്നത് വരെയും ഗോപൻ എന്താണ് സംഭവിച്ചത് എന്ന് നിയമപരമായി കണ്ടെത്തുന്നത് വരെയും ആ കല്ലറ സുരക്ഷിതമായിട്ട് നിർത്തേണ്ട ഒരു ഉത്തരവാദിത്തം പോലീസിന് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിന് ആദ്യമേ കയറി ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട മതം എന്ന ഒരു ഘടകം കൂടി ഇതിൽ ചേർന്ന് കിടപ്പുണ്ട്. അതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് ഒരു പക്ഷേ പോകാനുള്ള സാധ്യതയുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ഈ കുടുംബം മാത്രമായിരുന്നു കല്ലറ തുറക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബലപ്രയോഗം നടത്തിയത്, പ്രതിഷേധം നടത്തിയത് എങ്കിൽ തൊട്ടടുത്ത ദിവസം മറ്റ് ചിലരുകൂടി കല്ലറ തുറക്കരുത് എന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ഈ സാഹചര്യം വലിയ കലുഷിതമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് കല്ലറ പൊളിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഭരണകൂടത്തിന് പോകാൻ കഴിയാതിരുന്നത്. പിന്നീട് ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കും എന്നൊരു സൂചന അത് ജില്ലാ ഭരണകൂടത്തിനും പോലീസിനുമൊക്കെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഹൈക്കോടതി ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി എന്ത് തീരുമാനമാണോ എടുക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ നെയ്യാറ്റിൻകര ഗോപന്റെ കല്ലറയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് ഒരു പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് നീങ്ങാനാണ് നിലവിൽ പോലീസും ജില്ലാ ഭരണകൂടവും ഒക്കെ എടുത്തിരിക്കുന്ന തീരുമാനം. ശരി, സൂര്യഗായത്രിയാണ്. സംസ്ഥാനത്ത് തന്നെ വിവാദമായിട്ടുള്ള തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലെ വിവാദ കല്ലറ, ആ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ പ്രശ്നങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോവുകയായിരുന്നു. ഇന്ന് ഈ കല്ലറയുമായി ബന്ധപ്പെട്ട് ആ കുടുംബാംഗങ്ങൾ ഇന്ന് കോടതിയെ സമീപിക്കാൻ പോകുന്നു, തങ്ങൾക്ക് പറയാൻ പോകുന്നു ഉള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ പോവുകയാണ്. സൂര്യഗായത്രിയാണ് വ്യക്തമാക്കിയത്. എന്തായാലും ഈ പ്രഭാതത്തിൽ ഇന്ന് ഈ വാർത്തയോട് ചേർത്ത് വെക്കേണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അത് ഫെലിക്സ് ജെ പുല്ലൂടൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഫെലിക്സ് ജെ പുല്ലൂടൻ എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയും അതേസമയത്ത് തന്നെ നിരവധിയായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഫെലിക്സ് ജെ പുല്ലൂടൻ താൻ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, തൻ്റെ ശരീരത്തെ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നേരത്തെ തന്നെ എഴുതി തയ്യാറാക്കി മെഡിക്കൽ കോളേജിന് അതിൻ്റെ അനുവാദം നൽകിയിട്ടുണ്ട്. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്രസക്തമാവുകയും തൻ്റെ ശരീരത്തെ ബന്ധുക്കളും മറ്റും തോന്നിയ പോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള കുറിപ്പ് ഒരുപക്ഷെ ഈ പ്രഭാതത്തിൽ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിട്ട് ഇത് ഗുണകരമാവുമോ അല്ലയോ എന്ന് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. ഫെലിക്സ് ജെ പുല്ലൂടൻ എഴുതുന്നു: എൻ്റെ മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ച് മക്കളോടും ഭാര്യയോടും നേരത്തെ തന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്ന കാര്യമാണെങ്കിലും മതവിശ്വാസങ്ങളിൽ അമിതമായ പങ്കാളിത്തമുള്ള എൻ്റെ ബന്ധുക്കൾ ഒരുപക്ഷെ എൻ്റെ താല്പര്യങ്ങളെ ഹൈജാക്ക് ചെയ്യുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് കരുത്തോടെ നിൽക്കുന്നതിനായി മരണാനന്തര ചടങ്ങുകളെക്കുറിച്ച് ഒന്ന് കുറിച്ചു വെക്കണമെന്ന് തോന്നുന്നു എന്നാണ് ഫെലിക്സ് ജെ പുല്ലൂടൻ എഴുതുന്നത്. 2006 കത്തോലിക്കാ സഭാ നേതൃത്വവുമായി ആദ്യ തുറന്ന ഏറ്റുമുട്ടലുണ്ടായപ്പോൾ ഞാനൊരു പരസ്യ പ്രഖ്യാപനം നടത്തിയിരുന്നു എന്ന് ഫെലിക്സ് ജെ പുല്ലൂടൻ പറയുന്നു. മരണാനന്തരം എൻ്റെ മൃതശരീരം പള്ളി സെമിത്തേരികൾ അടക്കം ചെയ്യില്ലെന്നും എൻ്റെ മക്കളുടെ വിവാഹം പള്ളിയിൽ വെച്ച് നടത്തില്ല എന്നുമായിരുന്നു അത്. ഒരു മകളുടെ വിവാഹമേ നടന്നിട്ടുള്ളൂവെങ്കിലും അത് എറണാകുളം സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു. ഇങ്ങനെ ഈ കുറിപ്പ് സൂചിപ്പിച്ചുകൊണ്ട് ഈശ്വരവിശ്വാസിയാണ് ഞാൻ എങ്കിലും മതങ്ങളിലുള്ള എൻ്റെ ചെറുപ്പകാല ധാരണകളിൽ കാലാന്തരേണ ഏറെ മാറ്റം വന്നു കഴിഞ്ഞു. മരണാനന്തര ജീവിതം, സ്വർഗം, നരകം എന്നിവയൊക്കെ മതപുരോഹിതർ തങ്ങളുടെ നിലനിൽപ്പിനുണ്ടാക്കിയ കെട്ടുകഥകൾ മാത്രമാണെന്ന് വളരെ നേരത്തെ ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന് ഫെലിക്സ് ജെ പുല്ലൂടൻ എഴുതുന്നു. അതുകൊണ്ട് എൻ്റെ മരണവേളയിലും സംസ്കാരവേളയിലും തുടർന്നും യാതൊരുവിധ മതപരമായ ചടങ്ങുകളോ പ്രാർത്ഥനകളോ നടത്തരുത്. കുറച്ചു കാലമായി നഗരത്തിൽ നിന്നും അല്പം ദൂരെ മാറി താമസിക്കുന്ന എൻ്റെ മൃതശരീരം കാണാൻ ഒരു പക്ഷേ വിപുലമായ കൂട്ടുകാരുടെ ശ്രേണിയിൽ നിന്നും കുറേ സ്നേഹിതരും ബന്ധുക്കളുമൊക്കെ എത്തിയേക്കുമെന്ന് കരുതുന്നു. അവരിൽ ബഹുഭൂരിപക്ഷവും നഗരകേന്ദ്രീകൃതമായി താമസിക്കുന്നവരായതുകൊണ്ട് അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ചിറ്റൂർ ഡിവൈൻ നഗറിലുള്ള എൻ്റെ ഭവനത്തിലേക്ക് കഴിയുന്നത്ര നേരത്തെ എൻ്റെ മൃതശരീരം കൊണ്ടുപോകണം. മെഡിക്കൽ കോളേജിന് മൃതശരീരം കൈമാറാനായി എല്ലാ രേഖാപരമായ കാര്യങ്ങളും നിർവഹിച്ചിട്ടുള്ളതും അക്കാര്യം കൃത്യതയോടെ ചെയ്യുന്നതിന് എൻ്റെ 2 ജ്യേഷ്ഠന്മാരുടെ മക്കളെ പ്രത്യേകം ഞാൻ
ചുമതലപ്പെടുത്തിയിട്ടുള്ളതുമാണ്. എൻ്റെ മരണം പ്രതീക്ഷിതമാണെങ്കിലും ഭാര്യയും മക്കളും സ്വാഭാവികമായും അല്പം അസ്വസ്ഥരാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് മക്കളുടെ ഉത്തരവാദിത്തം എനിക്ക് പിറക്കാതെ പോയ മക്കളായ മുകളിൽ സൂചിപ്പിച്ചവർ ചെയ്തുകൊള്ളും എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ ആ സമയത്ത് എൻ്റെ ബോഡി സ്വീകരിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ എൻ്റെ വീടിന് സമീപമുള്ള പച്ചാളം പൊതുശ്മശാനത്തിൽ മൃതശരീരം കത്തിച്ച് കളയുവാനുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത്. യാതൊരു കാരണവശാലും പള്ളി സെമിത്തേരിയിൽ എൻ്റെ മൃതദേഹം സംസ്കരിക്കരുത്. ശവപ്പെട്ടി, മാല, റീത്ത്, പുതുവസ്ത്രങ്ങൾ തുടങ്ങിയ അലങ്കാര പ്രയോഗങ്ങൾ ഉണ്ടാകരുത്. ഞാൻ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ എന്നെ ധരിപ്പിക്കാവൂ. മൃതശരീരം പൊതിയുന്നതിനും ഞാൻ ഉപയോഗിച്ചിരുന്ന വൃത്തിയുള്ള മുണ്ടുകൾ തന്നെ ഉപയോഗിച്ചാൽ മതിയാകും. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. എൻ്റെ ആത്മശാന്തിക്കായി ആരും പ്രാർത്ഥിക്കരുത്. മുഖപുസ്തകങ്ങളിൽ സ്ഥിരമുണ്ടാകാറുള്ള ആത്മശാന്തി പ്രാർത്ഥനകളും മറ്റും അർപ്പിച്ച് സ്നേഹം കൊണ്ടാണെങ്കിൽ പോലും ആരും എന്നെ അപമാനിക്കരുത് എന്ന് ആണ് ഫെലിക്സ് ജെ പുല്ലൂടൻ എഴുതിയിരിക്കുന്നത്. ഫേസ്ബുക്കിൽ തൻ്റെ മരണാനന്തര ക്രിയകൾ എങ്ങനെയാവണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കല്ലറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനോട് മറ്റൊരു മതത്തിലുള്ള മറ്റൊരു വ്യക്തിയുടെ മരണാനന്തര ആഗ്രഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മുടെ മുന്നിലുള്ള വാർത്ത, നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ ജാമ്യം ലഭിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്ന് പുറത്തിറങ്ങിയേക്കും എന്നുള്ള വാർത്തയാണ്. ഇടവേള കഴിഞ്ഞ് തിരികെ എത്താം. Hold on. Everything is possible here. കാരണം എല്ലാ മിനിറ്റിലും ലോകം ഡിജിറ്റലി വളരുകയാണ്. അതുകൊണ്ട് തന്നെ